ഹലോ അമ്മേ. ഓ ഞാനെന്തോ ചെയ്യാനത് വെറുതെ ഇവിടെ ഇരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇതല്ലാതെ എനിക്ക് ഇവിടെ എന്താ ജോലിയല്ലേ? ഓ വലിയ പോലീസ് സൂപ്രണ്ടിന്റെ ഭാര്യയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജയിലിലിട്ട കള്ളന്റെ അവസ്ഥ എനിക്ക്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് മിണ്ടാനായിട്ട്? പുറത്തു പോയി സിനിമ കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? അതിന് പോലും ഇവിടെ ആരുമില്ല കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾക്കൊക്കെ ഭയങ്കര ആക്രാന്തം വരുന്നില്ലേ എന്നെ ഒരു SP നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട്? ഇപ്പൊ ഇവിടെ കിടന്ന് ഡിപ്രഷൻ അടിച്ച് ഞാൻ അങ്ങ് ചാവാറായി. ഹലോ ഹലോ, കണ്ടോ ഈ കാര്യം പറയുമ്പോ അമ്മ ഫോൺ കട്ടാക്കും. എന്തൊരു കഷ്ടാന്ന് നോക്കിയേ. നല്ലോണം ഒന്ന് ഉറങ്ങി വന്നതാ, ആ ഉറക്കവും പോയി. ഇനിയിപ്പൊ എന്താ ചെയ്യാനുള്ളേ? ഒരു കാര്യം ചെയ്യാം, ചേട്ടനെ വിളിക്കാം. ഹലോ ചേട്ടാ, ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരുമോ? നേരത്തെ വന്നിട്ട് എന്തോ ഉണ്ടാക്കാനാ? അതെ, ജിത്തുവിന്റെ നുണക്കുഴി കാണാൻ പോവാ. ഓഹോ, കണ്ടവന്മാരുടെ നുണക്കുഴി കാണാൻ നിനക്ക് ഉറക്കം വരത്തില്ല അല്ലേടി? അതല്ല, ജിത്തു ജോസഫിന്റെ നുണക്കുഴി സിനിമ കാണാൻ പോവാന്ന്. ഞാനിവിടെ കസ്റ്റഡിയിൽ നിന്ന് ഒരു പ്രതി ചാടിപ്പോയ ടെൻഷനിൽ നിൽക്കുമ്പോഴാ അവിടെ ഒരു നുണക്കുഴിയും പൂക്കളും. എന്ത് കഷ്ടാന്ന് നോക്കിയേ. ചേട്ടൻ വരുമോ? എടി, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയുടെ അരിഞ്ഞാണം മോഷ്ടിച്ച പ്രതിയാണ് എന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയത്. മിക്കവാറും എനിക്ക് സസ്പെൻഷൻ ഉറപ്പാണ്. നിനക്ക് നുണക്കുഴി കാണണമെന്ന് അത്ര ആഗ്രഹമാണോ? അതെ. എന്നാ തൽക്കാലം വീടിന്റെ പുറകിലുള്ള ചാണാക്കുഴി പോയി കാണാം. മനുഷ്യനെ മെനക്കെടുത്തിട്ട് അതും കട്ട് ചെയ്ത് പോയി. എന്തൊരു കഷ്ടാന്നൊക്കെ. എനിക്ക് ഇവിടെ ആരുമില്ല ഒന്ന് മിണ്ടാൻ പോലും. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ദേഷ്യത്തില് അടുക്കളയിൽ പോയി 2 ഓംലേറ്റ് അടിച്ച് തിന്നാം. ഈ പോലീസുകാർ എന്നെ എന്തിനാ ഇങ്ങനെ ഓടിക്കുന്നത്? MLA ഭാര്യയുടെ ആരെയൊന്നും അല്ലല്ലോ ഞാൻ ആരെയാണ് പറിച്ചോണ്ട് പോയത്. മേശപ്പുറത്തിരുന്ന് എടുത്തോണ്ട് ഓടിയതല്ലേ? ഇങ്ങനെ ഓടിക്കണോ മനുഷ്യന്? ഇതാരെ വീടിത്? അതിന് കയറിയതല്ലേ, കൈ കിട്ടുന്നെല്ലാം അറിഞ്ഞോണ്ട് പോവാ. ഫോണെങ്കി ഫോൺ, നല്ല ഫോൺ. ആരെ വിളിക്കുന്നുണ്ടല്ലോ? അയ്യോ, ചെക്കുന്റെ വീഡിയോ കോള്. എന്റെ ദൈവമേ. ഹലോ ജെക്കു. ഹലോ കുക്കു. എന്താ എന്നെ ഇത്ര നേരം വീഡിയോ കോൾ ചെയ്യാഞ്ഞേ? ഇച്ചിരി തിരക്കായി പോയെന്നേ. ജഗ്ഗുവും കുക്കും സംഭവം മറ്റതാ. അതെ, ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു. എന്റെ മയക്കോക്ക് ഇന്ന് നേരത്തെ കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും മയക്കത്തിലാ. അതെങ്ങനെയാ? കുക്കുവിന്റെ സൗന്ദര്യത്തിൽ മയം കിടക്കുമല്ലേ ഞാൻ. പോടുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യടാ, ഞാനേ ഒരു SP ഭാര്യയാന്നുള്ള കാര്യം മറക്കണ്ട. ഈശ്വര, കടന്ന കൂട്ടിലാണോ വിളിച്ചിരിക്കാൻ കയറിയത്? അത് മാത്രമല്ല, എന്റെ മുമ്പിൽ ഈ നെഞ്ചു വിരിച്ച് നിൽക്കുന്നതേ ഒരു സർക്കിൾ ആണെന്നുള്ള കാര്യവും മറക്കണ്ട. പ്രോട്ടോകോള് തെറ്റിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? പ്രോട്ടോകോൾ അല്ലല്ലോ, ഞാൻ വീഡിയോ കോൾ അല്ലേ ചെയ്തേ. ജഗ്ഗുവിന്റെ ഒരു കാര്യം. ആ പ്രോട്ടോകോളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ചക്കര ഉമ്മ ഇങ്ങ് തന്നേ. എനിക്ക് ലൈവാ ഇഷ്ടം. നേരിൽ വന്ന ഒരു ഉമ്മയല്ല 100 ഉമ്മ വരെ ഞാൻ തരും. അതെന്തിനാ ഇപ്പൊ താങ്ക് യു പറഞ്ഞേ? എനിക്ക് ഉമ്മ തന്നതിന്. അയ്യേ, ഞാൻ ഉമ്മ ഒന്നും തന്നില്ല. അത് വല്ല പല്ലി ചലച്ചതായിരിക്കും. പല്ലി ചലക്കുന്നൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ചക്കര ഉമ്മ താ. കോഴിക്കടയിൽ കോഴി വാങ്ങിക്കാൻ പോയിരിക്കുവാ. വീട്ടിൽ കോഴിയുള്ളപ്പോ അവളതിന് കോഴിക്കടയിൽ പോയത്? അവള് കോഴി മേടിച്ചിട്ട് പെട്ടെന്ന് വരും. പെട്ടെന്ന് താ. എന്നാ തരട്ടെ? എന്നാ പിടിച്ചോ. എന്തേ ജഗ്ഗുവിനൊരു കാര്യം. ഓ, ഇപ്പോഴാണ് ഒരു ആശ്വാസം ഇത്. മിണ്ടരുത്. ഞാൻ വന്ന പോലെ ഇറങ്ങി അങ്ങ് പൊക്കോളാം. വണ്ടിക്കൂലല്ലോ തന്നാ മതി. എനിക്കെന്ത്? എനിക്കെന്തെന്നോ? ഞാൻ ഇപ്പൊ എന്നെ കെട്ടിയോനെ വിളിച്ചു പറയും. നിന്നെ കാണിച്ചു തരാടാ ഞാൻ. കാണിച്ചു തരാം. ചെക്കു, കുക്കു, പ്രോട്ടോകോള്, സർക്കിൾ ഇൻസ്പെക്ടർ, വിരിമാറ്, ഉമ്മ. അയ്യോ, അപ്പൊ എല്ലാം കേട്ടാ? കേട്ട്. എടാ ദുഷ്ട, വെല്ലവന്റെ വീഡിയോ കോളിൽ ഒളിഞ്ഞു നോക്കിയാ നീ നശിച്ചു പോവുള്ളടാ. സ്വന്തം ഭർത്താവിനെ പെരക്കകത്ത് വെച്ചിട്ട് വേറത്തിലൂടെ വീഡിയോ കോള് നിനക്ക് പിന്നെ കോടി പുണ്യം കിട്ടും. അയ്യോ അയ്യോ, ചേട്ടൻ വന്ന് എന്താരോടും പോയി പറയല്ലേ. പിന്നെ എന്നെ വിശ്വസിക്കാം, പക്ഷെ വേറൊരാളുണ്ട്, അയാളെ വിശ്വസിക്കാക്കൂല. എന്റെ നാക്ക് വെറും ചെറ്റയാണ്. ചിലപ്പോ ഉള്ള കാര്യമൊക്കെ വിളിച്ച് പറയും. താനിപ്പോ എവിടെയെങ്കിലും പോയി വിളിച്ചേ? പറയല്ലേ? ഇല്ല. പറഞ്ഞാ ഞാൻ മൊത്തത്തിൽ ഞാൻ കുളമാക്കും. ഞാൻ പറഞ്ഞേക്കാം.
എല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് വന്നത്. എല്ലാം എനിക്കറിയാം. അയ്യോ ചേട്ടാ അങ്ങനെയൊന്നുമില്ല, അബദ്ധം പറ്റിപ്പോയതായിരിക്കും. എങ്ങനൊന്നുമില്ലെന്ന് എന്നെ തകർക്കാൻ വേണ്ടി, എന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ചില അവന്മാർ നടത്തുന്ന ഗൂഢാലോചനയാണിത്. അയ്യോ അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. അവൻ എവിടെ പോയി വിളിച്ചാലും, അവൻ ഏത് സെല്ലിൽ പോയി വിളിച്ചാലും അവനെ ഞാൻ പൊക്കും. അവൻ ഒരു ഷെൽഫിലും ഇല്ല. സെൽഫിലല്ലെന്നല്ലടി, സെല്ലിലില്ലെന്ന്. സെല്ലിൽ കിടക്കുന്ന ആളിനെയാണ് ഞാൻ പൊക്കാൻ നടക്കുന്നത്. കള്ളനെ. ആ. അല്ല നിനക്കെന്താണ് മുഖത്തൊരു പരിപ്പൂടാ? അല്ല ഒരു പരിഭ്രമം. അയ്യോ എന്റെയോ? ഇല്ല, എന്തോ ഒരു കള്ളത്തരമുണ്ട്. വാ നമുക്ക് അടുക്കളയിൽ പോയി ചായ കുടിക്കാം. അടുക്കളയിൽ പോയി എന്താണ് ചായ കുടിക്കുന്നത്? ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ കൂറ്റത്തില്ലേ? ചൂടോടെ കുടിക്കാലോ. അടുക്കള നിങ്ങളോട്ട് കൊണ്ടാ ചൂടാറുവോ? അല്ല, ഒരു കാര്യം ചെയ്യും, എന്തോ കള്ളത്തരമുണ്ട്. ഇവിടെ ഇരിക്കും, ഞാൻ അടുക്കളയിൽ പോയി ചേർന്ന് ചൂടോടെ ഒരു ചായ എടുത്തിട്ട് വരാം. ആ കൊണ്ടോ ചൂടോടെ വേണം. ധാരാണി നേരത്തെ. ഹലോ ചക്കരെ, എവിടെയാണ്? അതെയോ, വീഡിയോ കോളോ? അയ്യോ ഇപ്പൊ പറ്റില്ല, അവൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ പറ്റില്ല. അത് തന്നെയല്ല, ഞാൻ മൂട്ടി തീ പിടിച്ച് നടക്കാണ്, ഒരു കേസിന്റെ പുറകെയാണ്, അതാണ്. ചക്കര ഇപ്പൊ എവിടാണ്? ബാത്റൂമിലോ? എന്നാ ചെറിയൊരു വീഡിയോ കോൾ ചെയ്യാം. ചക്കരെ കൊള്ളാം, ഇന്ന് സുന്ദരിയായിരിക്കുന്നല്ല, അടിപൊളി. ടൈൽസ് എങ്ങനെ ഉണ്ടെന്നാ? പിന്നെ ഞാൻ നിന്റെ ബാത്റൂം ചെക്ക് ചെയ്യാൻ വന്നതല്ലേ. ടവലിന്റെ ഇറക്കം ഒരല്പം കൂടിപ്പോയോന്നൊരു സംശയം. ഒരല്പം കൂടെ താന്നിരുന്നെങ്കിൽ ആ വവ്വാലിന്റെ ടാറ്റു ശരിക്ക് കാണായിരുന്നു എനിക്ക്. ഇപ്പൊ കാണാം. ചേട്ടാ ചായ. വവ്വാക്കാവിനടുത്ത കേസ് എന്തായി? ടവലിന്റെ തുമ്പിന്റെ അറ്റം കണ്ടുപിടിച്ചോ? ടവലിന്റെ തുമ്പോ? അല്ല, കേസിന് എന്തെങ്കിലും തുമ്പ് ഉണ്ടായോന്ന് ഞാൻ ചോദിച്ചത്. ഒന്നുമില്ലേ? ഒന്നും ഉണ്ടായില്ലേ? വിളിച്ച് കേറി വാ, അടിച്ചു കേറി വാ. ഓക്കെ, നമ്മുടെ പോലീസ് ടീമുണ്ട്, ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിന്ന് അവർക്ക് ഞാനൊരു മോട്ടിവേഷൻ കൊടുത്താണ്. ആണോ? അങ്ങനെ വേണം. ചായ ഗംഭീരമായിരിക്കുന്നല്ലോ, കുടിക്കാതെ തന്നെ എനിക്കറിയാം. ചായയുടെ കൂടെ കഴിക്കാനുള്ള വാഴക്കപ്പ ഉണ്ടാക്കട്ടെ ഞാൻ? വാഴക്കപ്പ ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടേ ഇങ്ങോട്ട്? കൊണ്ടുവരാ. ഓക്കെ. ആരാത്? എന്താ ഇവിടെ? ആരാ നീ? എന്താ ഇവിടെ കാര്യം? വെള്ളം കുടിക്കാം. നീയല്ലേ MLA ഭാര്യയുടെ അരിഞ്ഞാണോ അടിച്ചു മാറ്റി കസ്റ്റഡിയിൽ എടുത്തപ്പോ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത് നീ അല്ലടാ? വവ്വാക്കാവിലെ വവ്വാലിന്റെ ടാറ്റു, ടവലിന്റെ അറ്റം കേട്ടായിരുന്നോ? ഇരു ചെവി അറിയാതെ നമുക്കത് സെറ്റ് ചെയ്യാം. കൂടെ നിൽക്കാം. ശരിക്കരുത് കേട്ടാ. വാഴക്കപ്പ റെഡിയായേ? വാഴക്കപ്പ റെഡിയായ അവിടെ വെച്ചേക്ക്. ഇത് ഇത്രയും മുരിഞ്ഞാ മതിയൊന്നൊന്ന് നോക്കോ? ഉള്ളത് മുരിഞ്ഞാ മതി, കൂടുതൽ മുരിഞ്ഞാലേ കരിഞ്ഞു പോകും. അവിടെ വെച്ചേക്ക്. ഇത് കഴിച്ചോ, ഞാൻ 2 എണ്ണം കൂടി ഉണ്ടാക്കട്ടെ? ഇനി ഉണ്ടാക്കുകയാണോ? വാഴക്കപ്പം കൊണ്ട് തന്നെ ഇന്ന് കൊല്ലും അല്ലേ? അതെ. സത്യം വെക്കടാ അവിടെ. കാരണം ഞാൻ കാര്യം പറയാം, SP ഒക്കെ സ്റ്റേഷനിൽ സാറിന്റെ കംപ്ലീറ്റ് കാര്യം ഇപ്പൊ എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, എത്ര എനിക്ക് തരണ്ടെന്ന് സാറങ്ങ് ഫിക്സ് ചെയ്യും. എന്തോന്നു? 5000 5000 എത്ര എന്തായാലും ഞാൻ മേടിച്ചോളാം. പിന്നെ പോലീസുകാരെ ബുദ്ധി എന്റെ അടുത്ത് കാണിച്ചാ എല്ലാം ഞാൻ വിളിച്ചു പറയും, പെണ്ണുമുള്ള തലവണ്ട അടിച്ച് കീറുകയും ചെയ്യും. ചതിക്കരുത്. ഞാൻ ആലോചിക്കട്ടെ. അയ്യോ ഇത്ര പെട്ടെന്ന് തിന്നോ? സൂപ്പർ വാഴക്കപ്പായിരുന്നു. ആണോ? നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇഷ്ടായോ? ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനിതൊക്കെ ഉണ്ടാക്കി തന്നത് എന്തിനാന്നറിയോ? അതെങ്ങനെ എനിക്കറിയാം. എന്നാ ഇനി നമുക്കൊരു സിനിമക്കൊക്കെ പോവാ. നുണക്കുഴി. നുണക്കുഴി നമുക്ക് ഇന്ന് വാഴ കാണാം, നാളെ നുണക്കുഴി കാണാം. വേണ്ട, ഇന്ന് നുണക്കുഴി കണ്ടാ മതി. വാഴ കണ്ടാ മതി. ഇന്ന് നുണക്കുഴി എനിക്ക് കാണണം. നീ നുണക്കുഴി അല്ലടി, വാഴ കാണാം. നാളെ നമുക്ക് നുണക്കുഴി കാണാം. എനിക്ക് ഇന്ന് നുണക്കുഴി കാണണം. ഏത് സിനിമ കണ്ടാൽ എന്താ? അവസരം മുതലാക്കിയ രക്ഷപ്പെടാൻ പറ്റിയാൽ അതല്ലേ നല്ലത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. ശരിയാ, ചിലതൊക്കെ കണ്ടില്ലാന്ന് വെക്കുന്നതാ നല്ലത്. അല്ല ചേട്ടനൊരു കാര്യം പറഞ്ഞപ്പോ ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞെന്നുള്ളൂ. പഴഞ്ചൊല്ലൊക്കെ കേൾക്കാൻ രസമാണെങ്കിലും അതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ ഭയങ്കര പാടാണല്ലേ? അതെ അതെ. ഹലോ ഏതെങ്കിലും സിനിമ ഒരെണ്ണം തീരുമാനിക്കുക. ഞാൻ കുറെ നേരം എന്റെ ബാക്കി ഇരിക്കുകയാണ്.
താനാരാ? ആരാടി ഇവൻ? ആ, അറിഞ്ഞൂടെ? അയ്യോ, മനസ്സിലായില്ലേ? ഇല്ല. എഗ്ഗു കുക്കു. എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായി. വവ്വാലിന്റെ ടാറ്റു, വവ്വാക്കാവ്, ടവ്വല്. എടാ, മിടുക്കൻ. ഇത് മനസ്സിലായോ? ഇപ്പഴല്ലേ ആളിനെ അങ്ങോട്ട് ശരിക്കും പിടികിട്ടിയത്. ഈ ചേട്ടന് മനസ്സിലായോ? പിന്നെ അയ്യോ, മനസ്സിലായില്ലേ? ഞാനിവിടെ പറഞ്ഞിട്ടില്ലേ ഇവന്റെ കാര്യം ആ, എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടുപേരോട് എവിടെ പോകുന്നു? ഞങ്ങള് സിനിമ കാണാൻ പോന്നു. ഏത് സിനിമയ്ക്ക് പോകുന്നു? എനിക്ക് വാഴ കാണണം, പക്ഷെ ഇവക്ക് നുണക്കുഴിയാണ് ഇഷ്ടം. ഞാൻ സജഷൻ പറഞ്ഞോട്ടെ. പണഞ്ഞാട്ടെ. നിങ്ങൾ 2 മരവാഴകൾ ഇവിടെ ഉള്ളപ്പോ ഓഹോ, വാഴയല്ല കാണേണ്ടത്. പിന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷന് പറ്റിയ പടം നുണക്കുഴി. ഏഹേ. Yay!